ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കഴിക്കാൻ എന്താണെന്ന് കണക്കിയട്ടെ. കപ്പയും മീൻ കറിയും ചീരത്തോരനും മീൻ വറുത്തതും പിന്നെ വേറെ സാധനമുണ്ട്. നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടാണോ? നെല്ലിക്ക ഉപ്പിലിട്ടത്. അപ്പോൾ ഇതെന്തോ മീനാ? മീനിൻ്റെ പേരെന്തോ? മങ്കടയോ? മങ്കട. മങ്കട. ഞാനും എൻ്റെ അപ്പനും കൂടെ ചന്തയിൽ പോയത്. അപ്പോൾ ഞാനാണ് ഈ മീൻ സെലക്ട് ചെയ്തത്. എപ്പോഴും അയിലയല്ലേ, അയില തിന്നും അടുത്ത്. ഇപ്പോൾ അയില സീസൺ. അപ്പോൾ അയില തിന്നും അടുത്ത്. അങ്ങനെ ഈ മീൻ മേടിച്ചു. അപ്പോൾ അതിൻ്റെ അതല്ലേ ഇതാണ് കഴിക്കുന്നത്. ഞാനും എൻ്റെ പപ്പയും കൂടെ ചന്തയിൽ പോയി. ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. ചന്തയിൽ പോയി ഞങ്ങൾ മീൻ മേടിച്ചു. എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാനാണ് ശരിക്കും ഈ മീൻ സെലക്ട് ചെയ്തത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അപ്പ പറയുന്നത് ഇവിടെ മീനില്ലായിരുന്നു. അത് ഞാൻ കാണിച്ചില്ല, ചെറിയ മത്തി കിളിമീനുണ്ടായിരുന്നു. കിളിമീൻ ഭയങ്കര വിലയായല്ലോ, 1/2 കിലോയ്ക്കും കണ്ട് എത്രയൊന്നും ഓർമ്മയില്ല. പിന്നെ ചൂട ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കണ്ടിട്ട് അത്ര ഇതില്ലായിരുന്നു. പക്ഷെ അയില ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 2-3 ദിവസം അയില കഴിച്ചോണ്ടേ എനിക്ക് അയില കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഈ മീൻ മേടിച്ചു. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് ചന്തയിൽ പോയത്. കാന്താരി നെല്ലിക്കച്ചാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ അത്ര വലിയ ഫാനൊന്നുമല്ല നെല്ലിക്കച്ചാറിൻ്റെ. എനിക്ക് മാങ്ങ, നാരങ്ങാച്ചാർ ഇഷ്ടമാണ്. ഇഞ്ചി, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാർ. ഈ ചീരത്തോരൻ, ചുമന്ന ചീര എൻ്റെ ഫേവറേറ്റാണ്. അത് ഈ ചന്തയിൽ എപ്പോൾ പോയാലും കിട്ടും. നമ്മൾ കണ്ടപ്പോഴേ മേടിച്ചു. ഈ മീൻ എനിക്ക് തോന്നേ വറുക്കാനാണ് കൂടുതൽ നല്ലത്, കറി വെക്കാനേക്കാണ്ട്. ഇവിടെ എല്ലാവരും ഫുഡ് കഴിഞ്ഞിട്ട് ഉറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക. ഒരു ബോറിങ്.